എടുത്തു തരാൻ പറ. ഇല്ലെങ്കിൽ ഞാൻ അവിടെ പോവില്ല. ദേ, ഞാനിവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും നീ നിന്റെ ശവക്കുഴി തോണ്ടുന്നതിന് തുല്യമായിരിക്കും. ചെന്ന് പെണ്ണുമ്പിള്ളയോട് കാശെടുത്തോണ്ട് വരാൻ പറ. ശാരദ, നീ അകത്ത് പോ. നിന്നോട് പോവാനല്ലേ പറഞ്ഞത്? ദേ, എനിക്ക് കാശ് വേണം. ഇല്ലെങ്കിൽ ഞാൻ പലതും പലരോടും പറയും. ആഹാ, രഹസ്യങ്ങളൊക്കെ പുറത്തായി കഴിഞ്ഞാ എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ പാരം വിളിക്കണ്ട, ഞാൻ തരാം. അങ്ങനെ വഴിക്കുവാ. എങ്കിൽ സമയം കളയണ്ട, ചെന്നെടുത്തോണ്ട് വാ. ചെല്ല്, ചെല്ലടാ. അതെ, എനിക്കൊരു 10,000 രൂപ വേണം. അയാൾക്ക് കൊടുത്തു വിടാനാണോ? എന്റെ കാശൊന്നുമില്ല. ശാരദ, എന്നാ ഈ വളയും കൊടുത്താ. നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ മനുഷ്യ? വല്ലവർക്കും എന്റെ വള ഊരി കൊടുത്തു വിടാൻ പോകുന്നോ? സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വിലയെന്ന് അറിയാവോ? അല്ലെങ്കിൽ തന്നെ ഈ രാത്രി ഈ സ്വർണം കൊണ്ടുപോയിട്ട് അയാൾ എന്ത് ചെയ്യാനാ? അത് അയാൾ കൊണ്ട് പണയം വെച്ചെടുത്തോളൂ. നീ അതും കൂടി തന്നെ. ഞാനൊന്നും തരൂല. ശാരദ, നീ പറയുന്നത് ശരി, ഞാൻ വള തരാം. പക്ഷെ എനിക്കറിയണം അയാൾ എന്തൊളിപ്പിക്കാനാ ഈ വള വാങ്ങുന്നതെന്ന്. നിന്റെ ഭർത്താവിന്റെ ഭൂതകാലത്തിലെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു വെച്ചോ. അത് പുറത്തു വരാതിരിക്കാനാണെന്ന് വിചാരിച്ചാ മതി. ഗോപാലേട്ടാ, അതിങ്ങത്താ ശാരദ, അതും കൂടി ഗോപാലേട്ടാ, എന്റെ കൈ ഗോപാലേട്ടാ, ഗോപാലേട്ടാ കൈ ഗോപാലേട്ടാ, എന്റെ വള ഇങ്ങത്താ. തിരിച്ചു തരാം. എടാ, ഇത് അവളുടെ കയ്യിൽ നിന്ന് ബലമായിട്ട് ഊരി വാങ്ങിയത്. ഭർത്താവ് അകത്ത് പോയി കിടക്കാതിരിക്കാനല്ലേ? കുറച്ച് ത്യാഗം ഭാര്യ സഹിക്കട്ടോ. ഇതുകൊണ്ടൊന്നും ഞാൻ ചെയ്ത ഉപകാരത്തിന് കൂലിയാവുന്നില്ല. കണക്ക് മുഴുവനായിട്ടങ്ങ് തീർത്തേക്കണം. കേട്ടല്ലോ? പൊന്നി, ഇച്ചിരി വെള്ളം ഒഴിക്കാം. അതെ പൊന്നി, ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന സ്പെഷ്യൽ പുളിമാങ്ങ ഇഞ്ചിക്കറി വിളമ്പിയിലായിരുന്നല്ലേ? അയ്യോ, എന്നോട് പറഞ്ഞിരുന്നതായിരുന്നല്ലേ, ഞാനങ്ങ് മറന്നുപോയി. പക്ഷേ എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ, എന്റെ സ്പെഷ്യൽ ഐറ്റം അല്ലേ. ദേ, രണ്ടുപേരും അഭിപ്രായം പറയണേ. നന്നായിട്ടുണ്ട്. കൈപ്പുണ്യം കൈപ്പുണ്യം എന്ന് പറയുന്നത് ഇതാ. ഇത് മാത്രം മതി ഭക്ഷണം കഴിക്കാൻ. എന്നാ പിന്നെ എനിക്കും കുറച്ചിട്ടേക്ക് ശാലി. നിനക്കും കുറച്ചെടുക്കട്ടെ ശ്യാമേ? ഓ വേണ്ട, ഇത് നമ്മുടെ അമ്മ ഉണ്ടാക്കുന്നതല്ലേ. കൂട്ടിക്കൂട്ടി ഞാൻ മടുത്തതാ. ഇതന്നെയല്ലേ അമ്മയുടെ സ്ഥിരം ഐറ്റം. എന്നിട്ട് നീ ഇതുവരെ ഉണ്ടാക്കി തന്നിട്ടില്ലല്ലോ. എടാ, അതിനെ ശാരദാമ്മ വെക്കുന്ന കാര്യം അവള് പറഞ്ഞത്, അല്ലാതെ ശ്യാമ വെക്കുന്ന കാര്യമല്ല. ഈ പാചകം എന്ന് പറയുന്നതേ അനുഗ്രഹിച്ചു കിട്ടിയൊരു കലയാ. അത് ചുടുവിൽ ആർക്കും അങ്ങനെ സ്വന്തമാക്കാൻ പറ്റത്തില്ല. പക്ഷെ ശാലിനിക്ക് ആ ഗുണം കിട്ടിയിട്ടുണ്ട്. അല്ല, മോളിരിക്ക്, പൊന്നു വിളമ്പിക്കോളൂ. പൊന്നെ, ഒരു കസേരയും കിടത്തേ. അതല്ല അച്ഛാ, ഞാൻ വിഷ്ണുവേട്ടൻ വന്നിട്ട് ഒരുമിച്ചിരുന്നോളാം. ആ, അങ്ങനെ അങ്ങനെ. പിന്നെ എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. മറ്റൊന്നുമല്ല,
ഒരു യാത്ര പോയാൽ കൊള്ളാന്നുണ്ട്. അത് നല്ലതാ സത്യമ്മേ. ഊട്ടി മതി. കൊടൈക്കനാലും പോണം. ആഹാ, നിങ്ങളുടെ ഊട്ടിയിലും കൊടൈക്കനാലിലും പോയി കിടക്കാൻ ഞാനില്ല. വയസ്സാം കാലത്ത് മഞ്ഞത്ത് നടുവത്ത് പോയി കിടക്കാൻ ഞാനില്ലേ. രോഹിത്തെ, നമ്മൾ ഇത്രയും പേർക്ക് പോകാൻ പറ്റുന്ന ഒരു വണ്ടി ഏർപ്പാടാക്കണം. ഊട്ടി കൊടൈക്കനാലൊന്നും വേണ്ട, നമുക്കേ കണ്ണനെ ഒന്ന് കാണാൻ പോകാം, ഗുരുവായൂർക്ക്. ആ, ഇത് മണി അടിക്കാനാ? പഴയ ബിസിനസ് ഒക്കെ തുടങ്ങാൻ പോയില്ലയോ? അതിനുമുമ്പ് ഗുരുവായൂരൊക്കെ പോയി പ്രാർത്ഥിക്കുന്നത് നല്ലത് തന്നെ. അത് നല്ലൊരു കാര്യ. ഏത് ബിസിനസ്സുകാരും ആദ്യം ചെന്ന് പ്രാർത്ഥിക്കുന്നത് അവിടെ തന്നെ. അതുപോലെ കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ എന്നെ നിർബന്ധിതയാക്കരുത്. എന്റെ ജോലിയുടെ പവർ എന്നെ കൊണ്ട് എടുപ്പിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ഓ അങ്ങനെ. ഹലോ മാഡം, മേഡത്തിന്റെ അധികാര പരിധിയിൽ ഞാൻ കൈകടത്താത്തതുപോലെ തന്നെ എന്റെ അധികാര പരിധിയിൽ മേഡവും കൈകടത്തരുത്. പിന്നെ ഈ പരിപാടിയിൽ കാശ് വാങ്ങിയിട്ട് മുടയിറക്കാൻ വരുന്നതിന് മുമ്പിൽ ഹരിനാമ കീർത്തനം ഈണത്തി ചൊല്ലിക്കൊടുത്തിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായ? അതിനവിടെ ചൊല്ലേണ്ട രീതി ചൊല്ലണം. അങ്ങനെ ചൊല്ലി വേണ്ടത് കൊടുക്കുമ്പോ കളക്ടർ മേഡം മുന്നിൽ വന്ന് നിൽക്കാതിരുന്ന മാത്രം മതി. കേട്ടാ? അപ്പൊ ഉറപ്പിച്ചു, ഇറങ്ങി പുറപ്പെടാൻ തന്നെ തീരുമാനിച്ചു. കാരണം എന്നെ ഇവിടെ നിയന്ത്രിക്കാൻ മേലുദ്യോഗസ്ഥരില്ല, സമയക്രമങ്ങളില്ല. പിന്നെ അധികാരം പിടിച്ചു വാങ്ങി എന്നെ പറഞ്ഞു വിടാൻ എനിക്ക് മേലെ ആളുമില്ല. എന്റെ താക്കോൽ എന്റെ കൈ തന്നെ ഭദ്രമായിട്ട് എപ്പോഴും ഉണ്ടാവുമെന്ന്. ഇനി നമ്മൾ തമ്മിൽ ഇതിന്റെ പേരിൽ ഒരു സംസാരമില്ല. എന്റെ കസേരയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ വിഷ്ണുവേട്ടൻ കാര്യങ്ങൾ നടത്തണം. ഇല്ലെങ്കിൽ എനിക്ക് എന്റെ IAS പദവി വിഷ്ണുവേട്ടന്റെ മുന്നിൽ എടുക്കേണ്ടി വരും.